എന്തിനാ കൂൾ ഡൗൺ ചെയ്യുന്നത്? ഹാർട്ട് റേറ്റ് തിരിച്ചു നോർമൽ ആക്കണം. പിന്നെ ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അല്ലേ? അതായത് നമ്മുടെ ഇൻട്രാ അബ്ഡോമിനൽ തൊറാസിക് കോർ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അത് നോർമലൈസ് ചെയ്യണം. അത് നോർമലൈസ് ചെയ്താൽ എന്താ കുഴപ്പം? നമ്മുടെ ബോഡിയുടെ അവയവങ്ങൾക്ക് കേട് പറ്റാതിരിക്കാനായിട്ട് നമുക്കൊരു മിനിമം ടെമ്പറേച്ചർ ഉണ്ട് ഇല്ലേ? അത് എത്രയാണ്? 37 എന്താണ് ഡിഗ്രി സെൽഷ്യസ്. ആ ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കുക? ഓർഗൻ ഡാമേജ് വരും. ഇന്റേണൽ ഓർഗൻസ്, ഹാർട്ട്, ലിവർ, കിഡ്നി, ഇതിനൊക്കെ ഒരു നിശ്ചിത ടെമ്പറേച്ചർ കണക്കുണ്ട്. അത് ഈ എക്സസൈസിന്റെ ഇടയിൽ എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അധ്വാനിക്കുന്ന എല്ലാവരും ശരീരത്തിലുണ്ടാവും. പക്ഷേ ആ ടെമ്പറേച്ചർ പ്രകൃതി അല്ലെങ്കിൽ ദൈവം തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ഇന്റേണൽ കോർ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിനെ നോർമലൈസ് ചെയ്യാനായിട്ട് ഒരു എന്താ പറയുക നാച്ചുറൽ ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അതെന്താണ്? സ്വെറ്റിന്റെ ഉദ്ദേശം എന്താണ്? ഉള്ളിലെ ചൂടിനെ പുറത്തു കളയാന്നുള്ളതാണ്. അപ്പോൾ വേണ്ടത്ര വെള്ളമില്ലെങ്കിൽ അതെന്ത് സംഭവിക്കും? അത് പുറത്തു കളയാനുള്ള മെക്കാനിസം നഷ്ടപ്പെടും ബോഡിയിൽ. അതിന് ഹൈഡ്രേഷൻ എപ്പോഴും കറക്റ്റ് ചെയ്യണം. ഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യണം. എക്സസൈസിന് മുമ്പ് എക്സസൈസിന്റെ ഇടയിൽ വെള്ളം കുടിക്കുന്ന കാരണം അധികരിച്ചു വരുന്ന ഇന്റേണൽ കോർ ടെമ്പറേച്ചർ നിങ്ങൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ശരീരത്തിൽ ഫ്ലൂയിഡിറ്റി, ഹൈഡ്രേഷൻ ഉണ്ടാവണം. എന്നാലും മാത്രമേ അത് നടക്കുള്ളൂ. അല്ലെങ്കിൽ കോർ ടെമ്പറേച്ചർ കൂടും, പല സെല്ലുകളും ഡാമേജ് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. അത് നമ്മൾ വ്യായാമം കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ടെമ്പറേച്ചർ കുറച്ചുകൊണ്ടുവരാൻ നോക്കണം. ഹാർട്ട് റേറ്റ് കുറയ്ക്കണം. പിന്നെ എന്തിനാ നമ്മുടെ ശരീരത്തിൽ എത്ര ലിറ്റർ ആണ് മിനിമം ആവറേജ് ബ്ലഡ് ഉള്ളത്? 4 to 5, ഒരു 4-4.5 ലിറ്റർ ആണ് പൊതുവെ ഒരു ആവറേജ്. പിന്നെ സൈസ് അനുസരിച്ച് കുറച്ച് വ്യത്യാസം വരും. ഹെവി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ ശരാശരി 4-4.5 ലിറ്റർ ബ്ലഡ് ഉണ്ടല്ലോ. അത് നിലവിലുള്ള ഒരു ക്ലാസിക് ബ്ലഡ് ഷിഫ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ച് ഏകദേശം അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ ഇന്റൻസ് വർക്കൗട്ട് സമയത്ത് വർക്കിംഗ് മസിലിലേക്ക്, അതായത് ടാർഗറ്റ് വർക്കിംഗ് മസിലിലേക്ക് എത്തിച്ചേരുകയും അത് കുറച്ച് സമയത്തേക്ക് അവിടെ പൂൾ ചെയ്യുകയും എന്നുള്ളതായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഇന്റൻസ് പീക്ക് വർക്കൗട്ട് ടൈമിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്ഡ് കാർഡിയക് ഔട്ട്പുട്ടിന്റെ അത് ഏകദേശം ഒരു 80-85% ഈ പീക്ക് ഇന്റൻസ് വർക്കൗട്ട് ടൈമിൽ നമ്മുടെ ടാർഗറ്റ് മസിലുകളിൽ എത്തുന്ന ബ്ലഡ്. അത് സാധാരണ കണ്ടെത്തുന്നതാകട്ടെ നോൺ എസെൻഷ്യൽ ടിഷ്യൂസ് ആയ ഗട്ട്, സ്കിന്ന് പോലുള്ള ഭാഗങ്ങളിൽ നിന്നാണ്. ഈ സമയത്ത് നമ്മുടെ വൈറ്റൽ ഓർഗൻസ് ആയ ഹാർട്ട്, ബ്രെയിനിൻ്റെ ഒക്കെ പെർഫ്യൂഷൻസ് പ്രിസർവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരം നടപ്പിലാക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതായത് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട് ഒരുപാട് ബ്ലഡ് വന്ന് നടപ്പുള്ളൂ ഇൻഡസ്ട്രിയിൽ, മനസ്സിലുണ്ടോ? അപ്പോൾ കുറച്ച് നേരത്തേക്ക് മറ്റുള്ള പ്രവർത്തികളൊക്കെ നിർത്തിവെക്കും. എക്സസൈസ് ചെയ്യാണെന്നൊക്കെ ആ സമയത്ത് അത് ദഹിപ്പിക്കുന്ന സമയത്ത് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ദഹനം എക്സസൈസും രണ്ട് ഫംഗ്ഷനും ഒരുപാട് നടക്കില്ല, ഭാഗികമായിട്ട് നടക്കുകയുള്ളൂ. കാരണം ഉള്ള ബ്ലഡ് കൊണ്ട് വേണം ഓരോന്നും ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഭക്ഷണം കഴിഞ്ഞ് ഇത്ര മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. എക്സസൈസ് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. പറഞ്ഞാൽ ആ 20 മിനിറ്റ് ഈ എന്താ പറയുക ബോഡിയിലെ സിസ്റ്റം ഹോമിയോസ്റ്റാസിസ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ട സമയമാണത്.